മാറി നിക്ക്. ഡാ അവള് നിന്നെ തേച്ചതാ. അവൾക്ക് വേറെ ലൈൻ സെറ്റായി കാണും. നീ ഇങ്ങ് പോരെ, അല്ലെങ്കിൽ ഉൾമാരൊക്കെ ഇങ്ങനെയാടാ. ഡാ ഡാ വല്ലാണ്ടുണ്ടാക്കല്ലേ. അവൾ എൻ്റെയാ, എൻ്റെ ആതിര. എനിക്കറിയാം അവളെ. നീയൊക്കെ പറഞ്ഞ പോലെ മറ്റുള്ള പെമ്പിളരെ പോലെ അല്ല അവൾ. അവളൊരു തേപ്പുകാരി അല്ല. എടാ വരുണേ, സെറ്റാക്കിയല്ലേ? ചെറുതായിട്ട്. ഡാ വരുണേ, മച്ചാനെ നീ പൊളിയാടാ. ഇവിടെ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. നീയൊക്കെ ഇങ്ങനെ നീട്ടി നടന്നോ? അതിന് പ്രവർത്തിക്കണം രാവും പകലും. ആണോ? ഉപദേശത്തിന് നന്ദി കോഴിസുബു. കോഴ്സുബു എന്റെ അപ്പൻ. ഒന്ന് മിണ്ടാണ്ടിരുന്നടാ മണഗുണാഞ്ചന്മാരെ, കുറെ നേരായി തുടങ്ങിയിട്ട്. അത് പോട്ടെ വരണേ. എന്ത്? അവള് സെറ്റായ സ്ഥിതിക്ക് ഇനി ചെലവ് മൊത്തം നിന്റെ വക. എനിക്ക് വേറെ മതി. ഓക്കെ ഓക്കെ, എന്താണെങ്കിലും അമ്മാരും ശരിയല്ല കേട്ടോ. ഇതേ ഇങ്ങോട്ട് നോക്കി. പകല് വായിനോട്ടം, രാത്രി മരുന്നടി. അതാ അമ്മാരുടെ സ്ഥിരം പരിപാടി. സത്യാ കാവ്യ, നീ പറഞ്ഞ് ശരിയാ. അമ്മാരെ നല്ല കുറച്ച് മുടിയുണ്ട്, വേറൊരു ഗുണവും ഇല്ല. ഓമാരൊക്കെ കാണുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ പറഞ്ഞത്. എന്താടി? നമ്മുടെ പുഴയിലേ ചിമ്മിനി വിളക്ക് കത്തിച്ച് വെച്ചിട്ടാ വല വീശാറ്. മീൻ കിട്ടിയാൽ അവരത് മറക്കും. നേരം വെളുക്കുമ്പോൾ പിന്നെ ആ ചിമ്മിനി വിളക്ക് അങ്ങനെ കുത്തിരിക്കുന്നുണ്ടാവും. ഓമാരെ കാണുമ്പോൾ അതെനിക്ക് ഓർമ്മ വരണേ. അളിയാ, ദാ വരുന്നട തിരിച്ചെടുക്ക്. നീ എന്ത് കോപ്പനാടാ? കൂട്ടുകാരനെ പെണ്ണിനെയാണോ ഇങ്ങനെ പറയണേ? ഞാനൊരു ഫ്ലോയ്ക്ക് പറഞ്ഞല്ലടാ. ഒന്നും മിണ്ടാരിടാ. ഒരുമാതിരി കരിയിലേല ആമ പോണ പോലെ കരകരാന്ന്. ഡാ വരണേ, അവളെത്തിയിട്ടുണ്ട് കേട്ടാ. നീ തിരിഞ്ഞു നോക്കാൻ നിൽക്കുന്നടാ. പൂ റെഡിയല്ലേ? സെറ്റാണ്. ഡാ വരുണേ, പൂവ് എറിയണത് അവളുടെ കൂടെയുള്ള ആ താടകകൾ കാണണ്ടാട്ടാ. മൊത്തം പാരകളാ. ഇവരെന്ത് പറഞ്ഞാലും പറയണ എന്തിനാ? ഒരുമാതിരി പുഷ്പന്മാരെ പോലെ. പുഷ്പൻ നിന്റെ അപ്പൻ. ഹായ് സിന്ധു. എന്താ സിന്ധു വിശേഷം? പച്ചക്കറി കുറെ വാങ്ങിയിട്ടുണ്ടല്ലോ. ഷാജിക്ക് ലോട്ടറി വല്ലതും അടിച്ചോ? ലോട്ടറിയോ? ഷാജി ഏട്ടനോ? കുന്താണ്. എന്തേ? അത് എൻ്റെ വേണുട്ടാ. കയ്യിലുണ്ടായിരുന്ന മാല കൊണ്ട് പണയം വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. പിള്ളേർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? സിന്ധു ചിരിക്കണമെന്നേ ഉള്ളൂ, ഉള്ളിൽ മൊത്തം തീയാണ്. ഷാജി ഇപ്പോഴും അങ്ങനെ തന്നെയാ? പണിക്കൊന്നും പോകാറില്ല? ഏയ്, അതുപോലൊക്കെ തന്നെ, ഒരു മാറ്റവും ഇല്ല. വേണേട്ടാ. ബാബു, അതുപോലെ എല്ലാം ഓരോ കിലോ പോരട്ടെ. ഇതാ എടുത്തു. നല്ല നാടൻ മുരിങ്ങക്കോളി വന്നിട്ടുണ്ട്. സൂപ്പ് വെച്ചാൽ ബെസ്റ്റാ. നീ ആ സാധനങ്ങളൊക്കെ എടുത്തേ. മുരിങ്ങയ്ക്ക സൂപ്പ് കുടിക്കാൻ പറ്റിയ പ്രായം മോളൊരുത്തിയെ കെട്ടിക്കാറായി. ഇതാ എല്ലാം എടുത്തിട്ടുണ്ട്. എത്രയായി?
152 രൂപ 50 പൈസ. ദാ കറക്റ്റ് ചില്ലറയുണ്ട്. ആ ശരി. ആ. വേണേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. ഒറ്റ മിനിറ്റ്. എന്താ ബാബു? എൻ്റെ വേണേട്ടാ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ തളരുവാണോ വേണ്ടത്? ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോണതാ ഇതല്ല. ചേട്ടൻ പറഞ്ഞാൽ മനസ്സിലാവും. ചേട്ടൻ്റെ പുന്നാരം മോളല്ലേ അവൾ. ഇനി നിൽക്കണ്ട, ചേട്ടൻ പോയി ചെല്ലേ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. G I J K L M N O P Q R S. ലേസ് വാങ്ങിയില്ല അച്ഛാ? ഏട്ടാ വന്നോ? അയ്യോ, ഇതെന്തു പറ്റി ഏട്ടാ? ആകെ വേർക്കുന്നുണ്ടല്ലോ. ഏയ്, എനിക്കൊരു കുഴപ്പമില്ല. എന്താ പറ്റിയത്? എന്നോട് പറയേ. എൻ്റെ ശീലേ, എനിക്കൊന്നുമില്ല. ഇന്ന് പണി ഇത്തിരി കൂടുതലായിരുന്നു, അതിൻ്റെ ക്ഷീണമാ. നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. മോളെ ആതിരേ, അച്ഛന് കുറച്ച് വെള്ളം എടുത്തേ. അച്ഛൻ്റെ മോൾക്ക് പഠിക്കാനൊന്നുമില്ലേ? മോളകത്ത് പോയിരുന്നു പഠിച്ചോ? ചേച്ചി, അച്ഛാ വെള്ളം. അച്ഛൻ്റെ മോളൊന്നിരുന്നേ. എന്താ അച്ഛാ എന്നോട് ഇരിക്കാൻ പറഞ്ഞേ? അച്ഛനും മോളോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു സങ്കടങ്ങളും അറിയിക്കാതെയാ എൻ്റെ മക്കളെ അച്ഛൻ വളർത്തിയത്. ഒരാളുടെ മുമ്പിലും തലകുനിക്കാൻ അവസരം ഒരുക്കിയിട്ടില്ല. എന്താണെന്നറിയോ, എൻ്റെ മക്കളെ സങ്കടപ്പെടരുതെന്ന് അച്ഛൻ ആഗ്രഹമുണ്ട്. അച്ഛന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, വലിക്കാനും കുടിക്കാനും ഒക്കെ. എൻ്റെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിട്ടത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പ്രായം അതാണ്, ആരോടും ഇഷ്ടം തോന്നാം. സമയമാകുമ്പോൾ നീ ചൂണ്ടിക്കാണിക്കുന്ന ആളെ തന്നെ അച്ഛൻ കൈപിടിച്ചു തരും. എന്റെ പൊന്നുമോളെ, എല്ലാവരുടെ മുന്നിലും തോറ്റവരാ നിന്റെ അച്ഛൻ. എന്റെ മക്കളുടെ മുമ്പിലെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടെ.
തോൽപ്പിച്ചു കളയല്ലട മക്കളെ. എന്റെ പൊന്നച്ഛൻ, അച്ഛന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ അച്ഛനിങ്ങനെ കാണിക്കല്ലേ. ഇനി അച്ഛൻ പറയുന്ന പോലെ അനുസരിച്ചോളാം. അച്ഛൻ വിഷമിക്കല്ലേ. എന്റെ പൊന്നച്ഛനാ. അച്ഛന്റെ സങ്കടം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. മാപ്പച്ച, മാപ്പ്. എന്നോട് ക്ഷമിക്കേ. എന്റെ മോള് കരയണ്ട. എന്റെ മക്കള് നല്ല കുട്ടികളാണ്, അച്ഛനറിയാം. അച്ഛന്റെ മനസ്സ് നിറയെ സന്തോഷമായി. പോയിക്കോ എന്റെ മോള്, പോയിക്കോ, പോയി പഠിച്ചു. അതിലെ നിക്ക്. നിർത്തിക്കോ, വല്ലാണ്ടങ്ങ് കളിയാക്കല്ലേ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഡാ സുബു, ഡാ. എന്താടാ മനുഷ്യത് വലിക്കാൻ സമ്മതിക്കില്ലേ? ഒന്ന് വായടച്ചിരിക്കടാ. ഡാ അതല്ലടാ. എടാ നമ്മുടെ ഇസ്തിരി കാമുക വരുന്നുണ്ട്. ചുളുങ്ങിയ ഷർട്ട് ഇട്ടോ. അവനിങ്ങ് വരട്ടടാ. അവനൊരു പണി കൊടുക്കാം. അവനിച്ചിരി അഹങ്കാരം കൂടുതലാ. ഡാ വരുണേ, ഇന്നലെ നീ അവളെ കണ്ടായിരുന്നോ? കണ്ടു. അവളെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നെ നോക്കുകയും ചെയ്തില്ല. അത് അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഡാളിയാ, നീ ബിയറൊന്ന് കുടിക്ക്. ഈ വീഡിയോ മനസ്സിൽ പറവ പറക്കും. എടാ മോനെ, അവൾക്ക് നിന്നേക്കാളും മൊഞ്ചുള്ളവർക്ക് സെറ്റായിട്ടുണ്ട്. അതാണ് അവളുടെ മനമാറ്റം. എനിക്കറിയാം, ഇതുപോലെ ഒരുത്തി എനിക്കും ഉണ്ടായിരുന്നു. ഇവളുമാരൊക്കെ കണക്കാ. ദേ ഈ ബീറിനോടും വരില്ല ഒരുത്തി. അവൻ നിന്നെ പോലെ ഉണ്ടാക്കലടാ. നീ എന്ത് കോപ്പനാടാ? ഒരു പെണ്ണിന് വേണ്ടിട്ട് തമ്മി ഉണ്ടാക്കാനാണോടാ നിന്റെ പുറപ്പാട്? ഞങ്ങളെ അല്ലടാ, അവളെ പോയി പണിയടാ. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്താണോടാ നാറി.
അങ്ങോട്ട് മാറിക്കടാ. കാണാ നിനക്ക് തനിക്കണം സാരം ഓ വേണ്ടി പോരുത്. അതും കൂടി വേണം. ഇത് ഓക്കെ, സാറിനെ കാണിച്ചു കൊടുക്കും. ശരി സാർ. ഇപ്പൊ എങ്ങനെയുണ്ടടാ? നിനക്കൊക്കെ സമാധാനമായല്ലോ അല്ലേ? ഒരു പെൺകുട്ടിയെ ഇല്ലാണ്ടാക്കിയപ്പോ പാന്നീട മക്കളെ അങ്ങോട്ട് ഇറങ്ങിക്കടാ. എരിയേറ്റി ഒരുത്തിയുടെ ജീവനെടുത്തപ്പോ സമാധാനടാ നിനക്കൊക്കെ. അതെങ്ങനെയാ? നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ ഉണ്ടാക്കിയാ പോരാ, ഭർത്താവിനോട് പഠിക്കണം. അതറിയാത്ത നിങ്ങളെ പോലുള്ള മക്കളുടെ തത്തേ തള്ളയാണ് ഈ നാടിന്റെ ശാപം. രക്ഷപ്പെടുമെന്ന് കരുതണ്ട ഒരുത്തനും. പിന്നെ നിങ്ങളുടെയൊക്കെ നേതാവുണ്ടല്ലോ, ആ ക്നാപ്പൻ, അവരെവിടെ ഒളിച്ചിരിക്കുന്നു പറഞ്ഞോ? അതാ നിനക്കൊക്കെ നല്ലത്. യുവമാരെ പിടിച്ച് വണ്ടിക്കകത്തിട്. എന്നെഞ്ചുരുകും ഓർമ്മയിൽ മകളെ നിൻമുഖം മാത്രം. എന്നെഞ്ചുരുകും ഓർമ്മയിൽ മകളെ നിൻമുഖം മാത്രം. ഈ അച്ഛൻ്റെ നെഞ്ചിലെ ചൂടേറ്റുറങ്ങാൻ വരില്ലേ പൊന്മകളെ, വരില്ലേ പൊന്മകളെ. എന്നെഞ്ചുരുകും ഓർമ്മയിൽ മകളെ നിൻമുഖം മാത്രം. കൈ വളർന്നും മെയ് വളർന്നും കളിക്കൂട്ടുകാരൊത്തു കഥ പറഞ്ഞും. കൈ വളർന്നും മെയ് വളർന്നും കളിക്കൂട്ടുകാരൊത്തു കഥ പറഞ്ഞും. നിൻ കിളിക്കൊഞ്ചലം താരാട്ടിൻ ശീലുകൾ അച്ഛൻ്റെ കനവിലെ തേങ്ങലായി. ഈ അച്ഛൻ്റെ ഹൃദയത്തിൻ വിതുമ്പലായി.
വരുണേ, നിനക്കറിയോ എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്ന്? എന്നിട്ടും എന്തിനാ നീ എന്നോട് ഈ ക്രൂരത ചെയ്തത്? നിനക്കറിയോ, ഞാൻ മുഖം തിരിച്ച് നടക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ നിന്റെ മുഖം തന്നെയായിരുന്നു എപ്പോഴും. വരുണേ, അറിയോ നിനക്ക്, എനിക്ക് നിന്നെ ഇപ്പോഴും എന്തോരിഷ്ടാന്ന്. എന്നെ നിന്നെ ഈ സുന്ദരമായ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയത് ഈ ലഹരി വസ്തുക്കളാ. ഈ ലഹരി വസ്തുക്കൾ ഇല്ലായിരുന്നെങ്കിൽ എന്നെ പോലെ 100 കണക്കിന് പെൺകുട്ടികള് ഇപ്പോഴും ഭൂമിയിലുണ്ടായിരുന്നേനെ. വരുണേ, വരുണേ. വരുണേ, എഴുന്നേക്കടാ. അമ്മ, മാപ്പ്, മാപ്പ്. I'm sorry. I'm sorry. I love you, my dear. ജീവിത നൗകയിലുടനീളം സഞ്ചരിക്കുന്ന പ്രിയമിത്രങ്ങളെ, നിങ്ങൾക്കായി നിങ്ങളുടെ നല്ലൊരു ജീവനും ജീവിതവും എന്തിനീ ലഹരി വസ്തുക്കളാൽ ഇല്ലാതാക്കുന്നു? നിങ്ങൾ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർത്തോ, വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ, കുടുംബത്തെ, സമൂഹത്തെ? നിങ്ങൾ ചിലർ ഓർത്തത് ഒന്നു മാത്രം, ലഹരി. മാറ്റണം, മാറണം, മാറിയേ പറ്റൂ നിങ്ങളുടെ ദുശീലങ്ങളും ദുഷ്പ്രവൃത്തികളും. സ്നേഹം അത് പവിത്രമാണ്.